Assalamualaikum guys, IR Technics YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. ഗയ്സ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു VS വീഡിയോ ആണ്. DT നമ്പർ 1.90 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന മോഡലാണ്. അതുപോലെ തന്നെ W17 ഈ രണ്ട് സ്മാർട്ട് വാച്ചുകൾ തമ്മിൽ ഒരു VS വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടോട്ടലി നമുക്ക് വാച്ച് കാണാൻ പറ്റും. രണ്ട് വാച്ചും 1.9 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു കിടില മോഡൽ സ്മാർട്ട് വാച്ച് ആണ്. രണ്ട് മോഡൽ വന്നിരിക്കുന്നത്. നമുക്ക് ടോട്ടലി നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വാച്ചിൻ്റെ ബോക്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും നല്ല ഒരു ക്വാളിറ്റി വരുന്നൊരു മോഡലാണ്. നമുക്ക് DT നമ്പർ 1 ഒന്ന് പരിചയപ്പെടാം. ടോട്ടലി ഒരു ഗ്രീൻ കളർ വരുന്ന ബോക്സാണ്. ഓക്കെ, ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻ്റർഫേസാണ്. ഫസ്റ്റ് ഒരു ഡ്രൈ കാണാൻ പറ്റും, ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതിന് നമുക്കൊരു ത്രൂ വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു കേബിളാണ് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ കാണാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ ഡിവൈസാണ്. അതുപോലെ തന്നെ യൂസർ മാനുവലുണ്ട്. യൂസർ മാനുവലുണ്ട് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വാച്ച് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കണക്റ്റിംഗ് സെറ്റിങ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസർ മാനുവൽ സഹായത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്താണ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്താണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. ഓക്കെ, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ വരുന്നുണ്ട്, ആ കവർ റിമൂവ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ DT നമ്പർ 1.9 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു കിടില മോഡലാണ്. ഓക്കെ, നമുക്ക് W17 ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. കാണാൻ പറ്റിയൊരു ബ്ലൂ കളർ വൈറ്റ് കളർ വരുന്ന ബോക്സാണ് വന്നിരിക്കുന്നത്. ദെൻ നമുക്കൊരു യൂസർ മാനുവലാണ്, സെയിം ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡിവൈസ്. ഓക്കെ, ഇതാണ് ഡിവൈസ് വന്നിരിക്കുന്നത്. ഓൾറെഡി സ്ട്രാപ്പൊക്കെ ഫിറ്റ് ചെയ്തൊരു മോഡൽ രീതിയിൽ തന്നെയാണ് മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 2 പിൻ മാഗ്നറ്റിക് ചാർജറാണ്. വയർലെസ് ചാർജിങ് ഓപ്ഷൻ അവൈലബിൾ അല്ല. 2 പിന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ചാർജർ വരുന്നത്. 2 പിന്നാണ്. അപ്പോൾ നല്ല മാഗ്നറ്റിക് പവർ വരുന്നൊരു മോഡൽ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി ചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ മാഗ്നറ്റിക് ആയതുകൊണ്ട് നല്ല പവറിൽ പ്രസ്സായി നിൽക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ട് മെയിൻ ഡിഫറൻറ്റ് നമുക്ക് ചാർജിങ്ങിൻ്റെ ഓപ്ഷനിൽ DT നമ്പർ 1 നമുക്ക് വരുന്നത് ത്രൂ വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്. ബട്ട് നമുക്ക് W17 അവൈലബിൾ ആയിട്ട് 2 പിൻ മാഗ്നറ്റിക് ചാർജിങ്ങിൻ്റെ ഓപ്ഷനാണ്. ഇനി ഇതിൻ്റെ സ്ട്രാപ്പ് ക്വാളിറ്റി നമുക്ക് പറയുകയാണെങ്കിൽ രണ്ടും നല്ല സിലിക്കൺ സ്ട്രാപ്പ് തന്നെയാണ്. DT നമ്പർ 1 ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പ് വന്നിരിക്കുന്നത്. DT നമ്പർ 1 ആണെങ്കിലും ബെറ്റർ ക്വാളിറ്റി അല്ല, നല്ല W17 ഒരു നോർമൽ ക്വാളിറ്റി വരുന്ന സ്ട്രാപ്പ് തന്നെയാണ് രണ്ട് മോഡൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടും സെയിം ഒരു ആപ്പിൾ വാച്ച് സീരീസ് 7 ഡിസൈനും കാര്യങ്ങളും വന്നതാണ്. കാണാൻ പറ്റും ഡിസൈൻ ടോട്ടലി സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 എഡ്ജ് വരുന്ന ഒരു കർവ് മോഡൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കാണിച്ചിട്ട് മാഗ്നറ്റിക് തന്നെയാണ്, രണ്ടും മാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്. ബട്ട് നമുക്ക് W17 വരുന്നത് 2 പിന്നാണ്. ജസ്റ്റ് അതും വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ആണ്, നല്ല രീതിയിൽ പ്രസ്സായി നിൽക്കുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ ഇതിൻ്റെ പ്രൈസിൽ നമുക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. DT നമ്പർ 1 W17 അപേക്ഷിച്ച് ഒന്നുകൂടി പ്രൈസ് കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് ഡിസൈൻ നോക്കുകയാണെങ്കിൽ രണ്ടും സ്ക്രോളിങ് അവൈലബിൾ ആയ ഒരു ബട്ടനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, രണ്ടും സ്ക്രോളിങ്. ഇതിന് തൊട്ടടിയിൽ നമുക്കൊരു മൈക്കിൻ്റെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഇതിന് ഒരു എക്സ്ട്രാ സെക്കൻഡ് ബട്ടൺ. ഓക്കെ, എല്ലാ ബട്ടൺസും ഇതിൽ വർക്കിംഗ് ആണ്. ടോട്ടലി 2 ബട്ടൺസാണ് മോഡൽ വന്നിരിക്കുന്നത്. മറുഭാഗം നോക്കുകയാണെങ്കിൽ സീരീസ് 7 വരുന്ന പോലെ ഒരു സിംഗിൾ ഹോളിൽ വരുന്ന ഒരു സ്പീക്കർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. സ്പീക്കറിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ക്വാളിറ്റി വരുന്നത് DT നമ്പർ 1 എന്ന മോഡലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ DT നമ്പർ 1 ഓൺ ആക്കുമ്പോൾ കാണാൻ പറ്റും സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന പോലെ ഒരു ഹലോ എന്നുള്ളൊരു ലോഗും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബട്ട് W17 നമുക്ക് ജസ്റ്റ് റൗണ്ട് രീതിയിൽ ലോഡിങ്ങിൻ്റെ ഒരു ഓപ്ഷനൊക്കെയാണ് ഓൺ ആക്കുന്ന സമയത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി നമുക്ക് രണ്ട് മോഡൽ ഡിഫറെൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കാനുള്ളത്. DT നമ്പർ 1 എന്ന മോഡൽ സൂപ്പർ AMOLED LED അഥവാ HD+ ഡിസ്പ്ലേ ആണ്. DT നമ്പർ 1 അവ സെയിം ഒരു നമ്മൾ വാച്ച് കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്രക്കും ഒരു സെയിം ഒരു ആപ്പിൾ വാച്ചിൽ നോക്കുന്നത് യൂസ് ചെയ്യുന്നൊരു ഫീലാണ് ഈ ഒരു DT നമ്പർ 1 നമുക്ക് നൽകുന്നത്. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഈ DTയിൽ വന്നിരിക്കുന്നത്. ഇത് നമുക്കെങ്കിലും ബെറ്റർ ക്വാളിറ്റി അല്ല എന്നല്ല, W17 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ അതുപോലെ ടച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഇതിന് സ്മൂത്ത് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള സ്മൂത്ത് വരുന്നത് DT നമ്പർ 1 തന്നെയാണ്. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് അടിയൊക്കെ സ്ലൈഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്റർ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, രണ്ടിനും ബ്രൈറ്റ്നസ് കൺട്രോളിങ്ങിൻ്റെ ഓപ്ഷനാണ്. ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റും. DT നമ്പർ 1 പുതിയ വെർഷൻ ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സും അതുപോലെ തന്നെ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഡ്രൈയിങ് അവൈലബിൾ ആണ്. പിന്നെ മറ്റുള്ള ഒരുപാട് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ DT നമ്പർ 1 നമുക്ക് ആഡ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അൺലിമിറ്റഡ് വാച്ച് ഫീസ് രണ്ടും മോഡലും അൺലിമിറ്റഡ് വാച്ച് ഫീസിനാണ്. പക്ഷേ ആ വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
വാച്ചിനൊരു ടോട്ടലി ഒരു ഭംഗി നൽകുന്നത് DT നമ്പർ 1 തന്നെയാണ്. ഈ രണ്ട് മോഡൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് DT നമ്പർ 1 തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ സെയിൽ ചെയ്യുന്ന ഒരു അഭിപ്രായത്തിലുള്ള പെർഫെക്ഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആ ഒരു ടോട്ടലി നമുക്ക് മൊത്തം സ്മാർട്ട് സെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിന് മുന്നേ ജസ്റ്റ് അതിൻ്റെ വരുന്ന വാച്ച് ഫീസ് ഒന്ന് പരിചയപ്പെടാം. വാച്ചിൽ നമുക്ക് ഏകദേശം 10ഓളം വരുന്ന വാച്ച് ഫേസ് നമുക്ക് എന്ത് ചെയ്യാം വാച്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം വാച്ച് ഫേസ് നമ്മുടെ ഫോട്ടോ വെച്ചുള്ള ഫേസും നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അൺലിമിറ്റഡ് വാച്ച് ഫേസ് ആണ്, ഇഷ്ടം പോലെ വാച്ച് ഫേസ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിൻ്റെ ഒരു സ്മാർട്ട് സീലും കണ്ടിട്ടുണ്ടാവും, പക്ക സ്മൂത്തായിട്ട് വരുന്നൊരു ടച്ചും അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് വരുന്ന ഒരു സ്മാർട്ട് സീലാണ് വന്നിരിക്കുന്നത്. എല്ലാവരും നോക്കുന്നതാണ് സ്മാർട്ട് സീൽ, അതുകൊണ്ട് പറഞ്ഞാണ്. അതുപോലെ തന്നെ സൂമിന് സൂം ഔട്ട് അവൈലബിൾ ആണ്. സെയിം ആപ്പിൾ വാച്ച് വരുന്ന പോലെ തന്നെ സൂം ചെയ്യുക, സൂം ഔട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ ഇതിൽ ഒരുപാട് മെനു സെയിൽസ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്നെല്ലാം ഓടിച്ച് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു DT നമ്പർ 1 ഫസ്റ്റായിട്ട് 11 മെനു സെയിൽസ് വരുന്ന ഒരു മോഡൽ തന്നെയാണ് DT നമ്പർ 1. ഓക്കെ, ഇത്രയും മെനു സ്റ്റൈൽസ് ഉള്ള ഒരു വാച്ച് ഇതുവരെ നമ്മുടെ സെയിലിൽ നിന്നില്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത്രയും മെനു സ്റ്റൈൽസ് 11 മെനു സ്റ്റൈൽസാണ് കാണാൻ പറ്റും. എല്ലാ മെനു സ്റ്റൈൽസ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള മോഡൽ മെനു സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ മോഡലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്രക്കും നല്ല പെർഫെക്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ മുമ്പ് പറഞ്ഞു സെയിം ഒരു ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്ന ഒരു ഫീലും കാര്യങ്ങളും വരും. നല്ലൊരു മോഡൽ തന്നെയാണ് ഈ DT നമ്പർ 1 ഒരു മോഡൽ. ഓക്കെ, അപ്പോൾ ഇത്രയും മെനു സ്റ്റൈൽസാണ് വരുന്നത്. ഇനി നമുക്ക് W17 ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് മെനു സെയിൽസ് എടുക്കാനായിട്ട് ജസ്റ്റ് പവർ ബട്ടൺ അമർത്താം. ഓക്കെ, ഇതാണ് മെനു സെയിൽസ്. സ്മൂത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ബെറ്റർ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ല ബെറ്റർ ക്വാളിറ്റി സ്മൂത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ആണെങ്കിൽ DT നമ്പർ 1 സ്മാർട്ട് വാച്ചിനെ അപേക്ഷിച്ച് നമുക്ക് അത്രയും ഒരു ക്വാളിറ്റി അല്ല ഈ W17 എങ്കിലും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി വരുന്ന മോഡൽ തന്നെയാണ് W17. ഓക്കെ, ടോട്ടൽ ഇതിൽ നമുക്ക് 6 മെനു സെയിൽസാണ് W17 കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, അതുപോലത്തെ ഒരു 6 മെനു സെയിൽസാണ് ഈ രണ്ട് മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ നമുക്ക് മോണിറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സീനിലൊക്കെ നല്ല ഡിഫറൻറ്റ് വരുന്നുണ്ട്. ടോട്ടലി നമുക്ക് ഗ്രീൻ കളർ വരുന്നൊരു സെൻസറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മോഡൽ വന്നിരിക്കുന്നത്, ഗ്രീൻ കളറിൽ. അപ്പോൾ തന്നെ ഒരു മോണിറ്ററൊക്കെ സെയിം ഒരു DT100 എന്നൊരു മോഡൽ ഇതിന് മുന്നേ വന്നതാണ്. അതിന് ശേഷം ഇറങ്ങിയതാണ് DT നമ്പർ 1. ഡിഫറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു വാച്ചിന് വെച്ചാണെങ്കിൽ ഡിഫറൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിങ്സിലേക്കും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ അലാറത്തിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സെറ്റിങ്സിലേക്കൊന്ന് പോവാം. ഓക്കെ, വെയിറ്റ് സെറ്റിങ്സ് ഇവിടെ മേലെ. ഓക്കെ, ഇതാണ് നമ്മുടെ സെറ്റിങ്സ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഡയൽ സെറ്റിങ്സ് ആണ്, സ്ക്രീൻ ഓഫ് ടൈമാണ്, അഥവാ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അഥവാ സെയിം ഒരു ആപ്പിൾ വാച്ചിൽ വരുന്ന ഒരു സെറ്റിങ്സ് ആണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഓക്കെ, പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ സൗണ്ട് ആൻഡ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ വാച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അതിന് മുന്നേ പാസ്വേഡ് റീസെറ്റ് ഫാക്റ്റ് അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പരിചയപ്പെടാം. ജസ്റ്റ് പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതാ സെയിം ഒരു ആപ്പിൾ വാച്ച് വരുന്നതിന് ഡയൽ മാത്രം കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അഥവാ ഇതൊക്കെ ഒരു പുതിയ ഫീച്ചറായിട്ട് വരുന്ന HW17 Max ഒരു DT നമ്പർ 1 ഈ ഒരു മോഡലൊക്കെയാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നല്ലൊരു നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ജസ്റ്റ് റിസ്റ്റിന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി നമുക്ക് ഡിജിറ്റൽ മാത്രം കാണുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ബട്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് W17 അവൈലബിൾ അല്ല. അതൊരു പുതിയ ഫീച്ചർ ആയതുകൊണ്ട് DT നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സെറ്റിങ്സിൽ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് വരുന്നത് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. വൈബ്രേഷൻ നമ്മളെ സൗണ്ട്, റിംഗ് ടോൺ മ്യൂട്ട് ചെയ്യാം, ബെല്ലൊക്കെ എത്ര ശബ്ദം വരെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പവർ സേവിങ് മോഡാണ്. ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാലും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പവർ സേവിങ് നമ്മൾ ടോട്ടലി നമ്മൾ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കുറയും. യൂസിങ്ങിനൊക്കെ കൂടുതൽ സമയം നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് പവർ സേവിങ്, റീസെറ്റ് ഫാക്ടറി, അത്രയും ഓപ്ഷൻസൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സിൽ പറയുകയാണെങ്കിൽ നല്ലൊരു W17 അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് W17 പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഫ്ലാഷിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം അത് നമ്മൾ പരിചയപ്പെടുത്തി. ബ്രൈറ്റ്നസ് കൺട്രോളിങ്, വോളിയം കൺട്രോൾ ചെയ്യാം, വൈബ്രേഷൻ, മെലോഡിക്, QR കോഡ്, ലാംഗ്വേജ്, റീസെറ്റ്, അബൌട്ടിൽ കഴിഞ്ഞാൽ വാച്ച് സമയം നമ്മുടെ വാച്ച് നെയിം, സീരീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് രണ്ട് വാച്ചിൻ്റെയും നമുക്ക് മെനു സ്റ്റൈൽസ് അതുപോലെ ഡിസൈന് കാര്യങ്ങളിലൊക്കെ നമുക്ക് പറയാനുള്ളത്.
ടോട്ടൽ നമ്മൾ രണ്ട് വാച്ചിൻ്റെയും ഫുൾ ഡീറ്റെയിൽഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ആണ് ഡിഫറൻ്റൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് രണ്ട് മോഡൽസ് വരുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള മോഡൽസ് തന്നെ നമുക്ക് ടോട്ടലി നമ്മൾ ഈ ഒരു ഡിഫറൻ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്വാളിറ്റി വരുന്നത് ടോട്ടലി നമുക്ക് DT നമ്പർ 1 ആണ് സ്മാർട്ട് വാച്ച്. നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു ഡിസ്പ്ലേ, നല്ലൊരു സ്മൂത്ത്, അതുപോലെ തന്നെ സെയിം ഒരു ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആ ഒരു മോഡലിന് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഈ രണ്ട് മോഡൽ നമുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്കും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രൈസിൽ ഈ ഒരു മോഡലിൽ ഒരുപാട് മോഡൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. വളരെ സിമ്പിൾ പ്രൈസിലാണ് നമ്മൾ എല്ലാ മോഡൽസും നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ആ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അടിയിൽ കാണിച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കൈപ്പറ്റി വാങ്ങാവുന്നതാണ്. IR സ്റ്റോറാണ് നമ്മുടെ സ്റ്റോറിൻ്റെ പേര്. പിന്നെ മലപ്പുറം അരീക്കോട് ലൊക്കേഷനിലാണ് നമ്മുടെ സ്റ്റോറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.